ഇത് നമ്മുടെ ഇടനേലയാണ്. ഇടനേല ബാംഗ്ലൂരിൽ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു സാധനം ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഒരു പേര നട്ടിരിക്കുന്നത് വളർന്നു വരുന്നുണ്ട്. ഇത് കാന്താരി ചീനി, പുതിയ കപ്പയുടെ തണ്ട് തന്നാണ്. അത് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. കറുവായാണ്. ഇത് 2 വേണ്ട സ്ഥാനത്ത് 10 വേണമെന്നുള്ളൂ. നല്ല രുചിയുള്ള തക്കാളിയാണ്, നിറച്ച് കായുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഒരു കൃഷിയാണ്. ബാംഗ്ലൂർ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അതിനകത്തൊരു സ്വല്പം കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ഇടനേലയാണ്. ഇടനേല ഇത് ബാംഗ്ലൂരിൽ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു സാധനം ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് വാഴ കണ്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ. വാഴ ഇത് ഒരു പേര നട്ടിരിക്കുന്നത് വളർന്നു വരുന്നുണ്ട്. ഇത് കാന്താരി ചീനി. നമ്മുടെ റോയി ഞാവള്ളിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കൽ കപ്പ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ റോയിയോട് പറഞ്ഞു കപ്പത്തണ്ട് വേണമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പുള്ളി ഇപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടുത്ത തോട്ടത്തിൽ നിന്ന് തലേദിവസം പറിച്ചതാന്ന് പറഞ്ഞ് അവിടുന്ന് വെട്ടിയ കപ്പയുടെ തണ്ട് തന്നാണ്. അത് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഇതും അത് തന്നെയാണ്. ഇതിലൊരു 3-4 മകൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചീനിപ്പടൽ നട്ടു. എലിയുടെ ഉപദ്രവം ഉണ്ടാവുകൊണ്ട് രാവിലെ ഒന്ന് പുല്ല് ചെത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ ഇത് കറുവായാണ്. എല്ലാ തക്കാളിയും നട്ട കൂട്ടത്തിലുണ്ടായി വന്ന ഒരെണ്ണമാണ് ഇത്. 2 വേണ്ട സ്ഥാനത്ത് 10 വേണമെന്നുള്ളൂ. നല്ല രുചിയുള്ള തക്കാളിയാണ്, നിറച്ച് കായുണ്ട്. വിയറ്റ്നാം മേർലി ഒരു 3-4 ചക്ക ഉണ്ടായിട്ടുണ്ട്. ഏതാനും ചില തക്കാളിയാണ്. തക്കാളി നട്ടു, അത് പൂത്തു കായ്ച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രാവ് നട്ട ചക്ക ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നട്ടിട്ട് ആനിക്കാവള ഉണ്ടായ അവസ്ഥയായിപ്പോയി. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക് ഇടകളയ്ക്കൽ വളരെ വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ്. ചീനിപ്പടലിനിടയ്ക്കേക്ക് തൂമ്പ ഇറങ്ങാത്തതുകൊണ്ട് ആ പരിപാടി നടത്തിയില്ല. കപ്പ ഇതാ വളർന്നു വരുന്നു. ഈ കപ്പ ഞാൻ മാങ്കുളത്തുള്ള എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അന്ന് കൊണ്ടുവന്നപ്പോൾ ഈ കാണുന്ന കപ്പ ഉടലെല്ലാം കപ്പ ഇട്ടിരുന്നെങ്കിലും കപ്പത്തണ്ട് ഒരല്പം മോശമായതുകൊണ്ട് അതൊക്കെ പോയി. അതിനുശേഷം ഞാനിത് വണ്ണപ്പുറത്തുള്ള എൻ്റെ ക്ലാസ്മേറ്റ് ജോസ് അബ്രാഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു നിര കപ്പകൾ. ഇത് ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു കപ്പയാണ്. ഇതൊരു ഇനം വ്യത്യാസമുണ്ട്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ അന്നേരം പറഞ്ഞിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ് റോയി, പൊൻകുന്നത്തുള്ള റോയിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ചാനലിൽ ഇടാൻ ഉദ്ദേശിച്ചെടുത്തൊരു വീഡിയോ അല്ല. പിന്നെ കപ്പ കൃഷി ആയതുകൊണ്ടും ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു കപ്പ കൃഷി നടത്താൻ പറ്റിയതുകൊണ്ടും ഇതിനെ ഒന്ന് ചാൾസ് വ്ളോഗിൽ ഇടുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.